കോട്ട ഫാബ്രിക്. കോട്ട ഫാബ്രിക്സിലെ കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് ആ ഒരു ഫുൾക്കാരി പോലത്തെ ത്രെഡ് എംബ്രോയിഡറീസ് ആണ്. എന്നാൽ നമ്മൾ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ത്രെഡ് എംബ്രോയിഡറിയോട് കൂടി തന്നെ ഒരു പ്രിന്റിംഗും കൂടെ വരുമ്പോൾ കളർ കോമ്പിനേഷനോട് കൂടിയിട്ടുള്ള കുറച്ച് ഫാബ്രിക്സ് ആണ്. വുമൻസിന്റെ കുർത്തി പോലത്തുള്ള ആ ഒരു പാറ്റേൺ ആണ് നമ്മൾ ഈ ഒരു ഫാബ്രിക്കിൽ കൂടുതലായിട്ട് ചെയ്യുക. ഇത് കൂടാതെ ഡിഫറെന്റ് ആയിട്ട് പാറ്റേൺസ് ട്രൈ ചെയ്യുന്നവർക്കും ഈ ഒരു ഫാബ്രിക് വളരെയധികം സ്യൂട്ടബിൾ ആണ്. യെല്ലോ വൈറ്റ് കോമ്പിനേഷനിലാണ് ആദ്യത്തെ ഡിസൈൻ വന്നിട്ടുള്ളത്. ഇതിനൊരു ഇക്കട്ടിന്റെ റെഫറൻസോട് കൂടിയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത്. യെല്ലോ വൈറ്റ് ഡിസൈനിന് സിമിലർ ആയിട്ട് വന്നിട്ടുള്ള അടുത്ത ഡിസൈൻ ആണിത്. ഇതിൽ നമ്മൾ ആ ഒരു ബ്ലൂവിന്റെ കൂടെ വൈറ്റ് കോമ്പിനേഷൻ ആണ് കൊടുക്കുന്നത്. ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള ഈ ഒരു പാറ്റേൺ പ്രിന്റിംഗിലാണ് വരുന്നത്. ആദ്യത്തെ രണ്ട് ഡിസൈനിന് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പാറ്റേണും കളർ കോമ്പിനേഷൻ ആണ് ഇതിൽ വരുന്നത്. വൈൻ റെഡിനോട് കൂടെ ആ ഒരു വൈറ്റിന്റെ ലീഫ് പാറ്റേൺ ഇതിൽ വരും. ഒരു ബാത്തിക് ഡിസൈനിന്റെ റെഫറൻസോട് കൂടിയിട്ട് മൾട്ടി കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു നാലാമത്തെ ഡിസൈൻ വരുന്നത്. ഒരു ഡാർക്ക് ഗ്രീൻ ബേസോട് കൂടിയിട്ട് ഫ്ലോറലും അതേപോലെ തന്നെ ലീഫിന്റെ ആ ഒരു കോമ്പിനേഷനിലാണ് ഈ ഒരു ഡിസൈനിൽ കൊടുക്കുന്നത്. ഫൈനൽ ആയിട്ടുള്ള ഈ ഒരു ഡിസൈനിൽ രണ്ട് കളർ കോമ്പിനേഷനും കൂടെ വൈറ്റില് നമ്മൾ ആ ഒരു ഫ്ലോറൽ കൊടുക്കുന്നുണ്ട്. ലീഫിന്റെ തന്നെ ആ ഒരു ഫില്ലിംഗ് പാറ്റേണും വരുന്നുണ്ട്. ഇതിൽ നമ്മൾ ആ ഒരു ത്രെഡിൽ തന്നെ ഒരു വീവിങ്ങും കൊടുക്കുന്നുണ്ട്.